ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 35 രാമാവതാര വർണ്ണനം തുടർച്ച. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമദാദുന്നുഭേ കായമുച്ചൈഃ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലുപിതയുഗപൻ പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാം വർഷാവേലാമനൈഷീർ വിരഹ തരളിതത്വം മദംഗാശ്രമാന്തേ. അന്വയം. അർത്ഥം. തദനു അനന്തരം, ഹനുമത ഹനുമാനാൽ, സുഗ്രീവ മൈത്രിയും സുഗ്രീവനോട് മിത്രഭാവത്തെ നയിക്കപ്പെട്ട, ത്വം അങ്ങ്, അങ്കുഷ്ടേന കാൽപ്പെരുവിരൽ കൊണ്ട്, ദുന്നുഭേ ദുന്നുഭിയുടെ, കായം ശരീരത്തെ, ഉച്ചൈ ഉയർത്തി, ക്ഷിപ്ത്വാ എറിഞ്ഞതിന് ശേഷം, ഭുയക വീണ്ടും, പത്രിണ ശരം കൊണ്ട്, സപ്തശാലാൻ 7 സാലമരങ്ങളെ, യുഗപൻ ഒരേ സമയം, ലുലുവിത മുറിച്ചു, സുഗ്രീവ ഘാതോദ്യതം സുഗ്രീവ ഹനനത്തിന് തയ്യാറായവനും, അതുലബലം അതുലമായ ബലമുള്ളവനുമായ, വ്യാജവൃത്യ വഞ്ചനയോടെ, ബാലിനം വാനര രാജാവായ ബാലിയെ, ഹത്വ കൊന്നിട്ട്, വിരഹതരളിത വിരഹം നിമിത്തം ഇളകിയവനായി, മദംഗാശ്രമേ മദംഗമുനിയുടെ ആശ്രമത്തിൽ, വർഷാവേലം വർഷകാലത്തെ, അനൈഷീൻ ചെലവഴിച്ചു. ഹരിവും. സാരം. ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവർ പരസ്പരം സഖ്യം ചെയ്തു. ദുന്നുഭിയുടെ ഉടൽ രാമൻ കാത്തള്ളവിരൽ തുമ്പുകൊണ്ട് തട്ടി ദൂരെ എറിഞ്ഞു. സപ്തസാലങ്ങളെ അമ്പെയ്ത് മുറിച്ചു. അതിനുശേഷം ഒളിയമ്പെയ്ത് ബാലിയെ വധിച്ചു. പിന്നീട് ആ വർഷകാലം മദംഗാശ്രമത്തിനടുക്കൽ സീതാവിരഹവേദനയോടെ രാമൻ കഴിച്ചുകൂട്ടി. ഹരിവും. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 35 ശ്ലോകം 2. സുഗ്രീവേണാനുജോജ്ഞ സഭയമവിയരാവ്യൂഹിതാം വ്യാഹിനീന്താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷുദ്രുതമത ദൈത മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീം മാർഗേ മാർഗേ മമാർഗേ കവിരവിദദാ ത്വത്പ്രിയ സപ്രയാസൈഃ. അന്വയം. അർത്ഥം. അഥ അനന്തരം, അനുജോക്യ അനുജൻ്റെ വാക്കനുസരിച്ച്, സഭയം ഭയത്തോടുകൂടി, അഭിയത സമീപത്തെത്തിയ, സുഗ്രീവേണ സുഗ്രീവനാൽ, വ്യൂഹിതാം വ്യൂഹമാക്കിയിട്ടുള്ളതും, ദ്രുതം വേഗത്തിൽ, ദിക്ഷു ദിക്കുകളിലും, ദൈതാമാർഗണായ സീതാന്വേഷണത്തിനായി തലകുനിച്ച് വിനയത്തോടുകൂടി നിൽക്കുന്നതും ആയ, താം ആ, ഋക്ഷാണാം വാഹിനാം വാനര സൈന്യത്തെ, വീക്ഷ്യ കണ്ടിട്ട്, മോദശാലി വളരെ സന്തുഷ്ടനായ അങ്ങ്, സന്ദേശം സീതയ്ക്കുള്ള സന്ദേശം, അങ്കുലീയം ച അടയാളമായി മോതിരവും, പവനസുതകരെ ഹനുമാന്റെ കയ്യിൽ, പ്രാദിശക ഏൽപ്പിച്ചു. തഥാ അപ്പോൾ, സപ്രയാസൈഹി പ്രയാസത്തോടുകൂടിയ, കവിഭി
വാനരന്മാരാൽ. ത്വത്പ്രിയ അങ്ങയുടെ പ്രിയയായ സീത, മാർഗേ മാർഗേ എല്ലാ മാർഗങ്ങളിലും, മമാർഗേ അന്വേഷിക്കപ്പെട്ടു. ഹരിവു. സാരം: രാജ്യം കിട്ടി. ബാലി അനുഭവിച്ചിരുന്ന എല്ലാ രാജകീയ സുഖസൗകര്യങ്ങളും സുഗ്രീവന് സ്വന്തമായി തീർന്നു. സീതാന്വേഷണം താമസിക്കുന്നത് കണ്ട് സുഗ്രീവൻ്റെ അടുക്കൽ രാമൻ ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ലക്ഷ്മണൻ്റെ വാക്കുകേട്ട് ഭയപ്പെട്ട് സുഗ്രീവൻ രാമൻ്റെ അടുക്കലെത്തി. അയാൾ വ്യൂഹമാക്കി നിർത്തിയതും ദിക്കുകൾ തോറും സീതയെ അന്വേഷിക്കാൻ തയ്യാറായി ആജ്ഞ കാത്തു നിൽക്കുന്നവരുമായ വാനര സൈന്യത്തെ കണ്ട് സന്തുഷ്ടനായ രാമൻ സന്ദേശവും മോതിരവും ഹനുമാന്റെ കയ്യിൽ നൽകി. അനന്തരം കഠിന പ്രയത്നം ചെയ്യുന്നതിന് തയ്യാറായ ആ വാനര സൈന്യം എല്ലാ ദിക്കുകളിലും സീതയെ അന്വേഷിക്കാൻ തുടങ്ങി. ഹരിവു.